നടവഴിയിടകൾ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി ഒരു പിടി അവലിൻ കഥ പോലെ ഇവളുടെ പരിണയ കഥ പറഞ്ഞു പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നല്ല രസമായിട്ട് ഏറ്റവും രസം പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. ഞാൻ എന്റെ വീട് റെനോവേറ്റ് ചെയ്തപ്പം ബാത്റൂമിനകത്തൊരു സ്പീക്കർ, ആഡംബരമൊന്നുമല്ല കേട്ടോ, ആഗ്രഹങ്ങളാണ്. സ്പീക്കർ ചെയ്ത ഒരാളാണ്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്ക് മാത്രം. ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാണോ എപ്പോഴാണ് അമ്മയ്ക്ക് തോന്നി തുടങ്ങിയത് ഇവൻ നന്നാവും? നന്നാവത്തില്ല എന്ന് ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേന് നമുക്ക് നിയമസഭയിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടെങ്കിൽ ബിനാമയുടെ അടുത്ത് വന്നാൽ മതി. കറക്റ്റ് അതുപോലെ സംഭവിച്ചു എന്നുള്ളത്. സാറിന്റെ നോക്ക് പൊന്നാണ് കേട്ടോ, ഞാനിപ്പോ നിയമസഭയിലുണ്ടെന്ന് പറഞ്ഞു. പാലക്കാട്ട് ആളുകളോട് എത്ര നന്ദി പറഞ്ഞാലും ഒരു മനുഷ്യായുസുകൊണ്ട് പ്രവർത്തിച്ചാലും മതിയാകാത്തത്ര നന്ദി എനിക്ക് അവരോട്. ഞാൻ ബാക്കി വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, അതും കൂടെ ചോദിച്ചിട്ട് പോവാം. അത് ഞാൻ ചോദിക്കാതെ തന്നെ അമ്മയ്ക്ക് അറിയാലോ, നീ ഉത്തരം പറയാം. ശരി എന്നാ. അങ്ങനെ അങ്ങ് വിടാൻ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ജയിലിൽ പോക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകാൻ വഴിപിടച്ച് പോയിടാതെ മിഴുതെളിച്ച് നോക്കുവിൻ. ഇവരുടെ വഴിപിടച്ചതിനെ പറ്റി, ഇവർക്ക് കാലിടറിയതിനെ പറ്റി, പ്രത്യയശാസ്ത്ര പരാജയത്തെ പറ്റി എന്ന് വേണ്ട ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന എല്ലാ പോരായ്മകളെയും വളരെ കൃത്യമായി കാവ്യാത്മകമായി അദ്ദേഹം വിമർശിച്ചിട്ടും പരിഹസിച്ചിട്ടും ഇത് മനസ്സിലാകാതെ കുറെ സാധുക്കൾ ഈ പാട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടികൾ, ഇപ്പൊ CPM അടക്കമുള്ള പാർട്ടികൾ കാണിക്കുന്നതാണ് ഇടതുപക്ഷമെങ്കിൽ ഐ ആം ആന്റി ലെഫ്റ്റ്. നിങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിച്ച് പുറത്തുപോയ TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഐ ആം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം സ്ട്രോങ്ലി ആന്റി ലെഫ്റ്റ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അമ്മേ, ഇപ്പോ നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അമ്മ വളർത്തിയ ഒരു കൊച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കുറെ നാളായി തോന്നി തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോ ഭയങ്കര സ്റ്റാർ MLA ആണ്. ഒത്തിരി സന്തോഷം. വിളിക്കും ഇടയ്ക്കിടയ്ക്ക്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഇങ്ങനെ ഒന്ന് അമ്മയെന്നും പറഞ്ഞ് ഒന്ന് വെക്കും. തിരക്കറിയാവുന്നത് കൊണ്ട് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നമ്മളല്ലേ പറ്റുള്ളൂ. മറ്റുള്ളവരെല്ലാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ചെറിയ പരിഭവമുണ്ട്, വേണമെങ്കിൽ പിടിച്ചാലോ, ചെറുതായിട്ടൊന്ന് ഗ്രിപ്പിട്ട് നോക്കിയാലോ. ഒന്ന് രണ്ട് പരിപാടികൾ ഗ്രിപ്പിടാനുണ്ട്. ഇവരെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, അമ്മ ആ ചെറുപ്പത്തില് കുറെ സഫറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടാണ് രാഹുലിനെ പഠിപ്പിച്ചെടുക്കുക ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അമ്മ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചെക്കൻ വളർന്ന് മര്യാദക്കാരനായി എന്ന് തോന്നുന്ന ഒരു സ്റ്റേജ് എത്തുമല്ലോ, കുഴപ്പമില്ല എന്ന് തോന്നിയത്. അത് എപ്പോഴാണ് ശരിക്കും ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാണോ എപ്പോഴാണ് അമ്മയ്ക്ക് തോന്നി തുടങ്ങിയത് ഇവൻ നന്നാവും എന്ന് തോന്നി തുടങ്ങിയത്? നന്നാവത്തില്ല എന്ന് അപ്പൊ അമ്മയ്ക്ക് രാഷ്ട്രീയത്തിൽ പോകുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അല്ല, അതെല്ലാ അമ്മമാരുടെ ഒരു ഇതാണല്ലോ, ഒരു കൺസേൺ ആണല്ലോ. പിന്നെ ഈ ഡൽഹിയിലേക്കൊക്കെ പറഞ്ഞ് വിടുമ്പം ഉണ്ടായിരുന്ന ഒരു സന്തോഷം തന്നെ ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായി. പഠിക്കുന്നുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ MBBS BTechകളുടെ ട്രെൻഡിങ് സമയമാണ്. അപ്പം പിന്നെ +2 കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ട്രെൻഡായി നിൽക്കുന്ന ഒരു സമയത്താണ്. കോച്ചിങ്ങിന് പോകുന്നതൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ അതിന് എനിക്ക് ആർട്സ് സബ്ജക്റ്റ് എടുക്കാനുള്ള ഒരു താല്പര്യമുണ്ട്, ഹിസ്റ്ററി എടുക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. ഞാൻ അതിനെ വിദഗ്ധമായി സ്കിപ്പ് ചെയ്ത് വേറെ പിന്നെ അപ്പോൾ ഈ അപ്പം അമ്മയോടൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നല്ല കാരണമല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. സിവിൽ സർവീസ് നമുക്കറിയാം, നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടില്ല നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഹിസ്റ്ററി എടുത്തു. അപ്പൊ പിന്നെ ഡിഗ്രിക്ക് അത്യാവശ്യം തെറ്റല്ലാത്ത പെർഫോമൻസ് ഉണ്ടാകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡൽഹിക്ക് പോകുമ്പോൾ ഡൽഹി നമ്മൾ വേറൊരു എക്സ്പോഷറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീട്ടിൽ നമ്മൾ പറഞ്ഞ കാരണം എന്താ, ഇങ്ങനെ സിവിൽ സർവീസിന് ഇവിടെ അങ്ങനെ ഉണ്ട്. അല്ല, അതിന് രസകരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം നാട്ടില് ഒരാള് അപ്പം എപ്പൊ കണ്ടാലും നമ്മളെ ഇങ്ങനെ ചീത്ത പറയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹത്തോടെ പറയും. പിന്നെ നീ നന്നാവാനുള്ള ഉദ്ദേശമൊന്നുമില്ല, ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് നടന്നു എന്തെങ്കിലും പണിക്ക് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള സാധനമായിട്ട് ഇങ്ങനെ എപ്പോൾ കണ്ടാലും പറയും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ അവരെ പറഞ്ഞു, നീ ഇങ്ങനെ അങ്ങ് നടന്നു, പിന്നെ കൂടുതലുള്ളവർക്കൊക്കെ ജോലിയായി, ഈ രാഷ്ട്രീയം കളിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ MLA ഇപ്പം ഇയാൾ വന്നിട്ട് പൊന്നാടയൊക്കെ ഇട്ടിട്ട് എല്ലാവരും അഭിനയിച്ചു. ഞാൻ അന്നേ പറഞ്ഞതാ ഇവനൊരു
അടിപൊളിയല്ലേ? ആളാകുമെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള രസങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്മയുടെ മനസ്സിലെ ടെൻഷൻ മാറിയില്ല ഇപ്പോഴും? ഇപ്പൊ ടെൻഷൻ മാറി, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം ടെൻഷനോ അല്ല, ഈ പറഞ്ഞതിൻ്റെ ഡൽഹി പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു പാത പിന്തുടരത്തില്ലല്ലോ, അങ്ങ് പോയല്ലോ. രാഷ്ട്രീയത്തിന്റെ അസുഖം മാറി കിട്ടുന്നില്ല. ആ പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുന്നത് സിവിൽ സർവീസിൻ്റെത് അതെന്താ 35 വയസ്സ് വരെ എഴുതാം, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നാൽ ശരി ആയിക്കോട്ടെ. ആയതുകൊണ്ടല്ലേ കാണിച്ചു തരാം. ഡൽഹി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വന്നപ്പോൾ മനസ്സിലായി ഇത് ശരിയാവത്തില്ല. കാരണം പിന്നെ ഞാൻ തീർത്തങ്ങ് വിചാരിച്ചു ഇനി അവൻ്റെ പാത അതാണല്ലോ. പിന്നെ ഈ എതിർക്കുന്ന കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം വീട്ടുകാർ മൊത്തം അവന് സപ്പോർട്ടാണ്. ഇപ്പൊ വീടുന്ന കുഞ്ഞുങ്ങൾ പോലും കണ്ണമാമൻ പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു ധാരണയിലാണ് വരുന്നത്. പക്ഷെ അപ്പോഴും എതിർക്കുന്നത് ഞാൻ ഇച്ചിരിയെങ്കിലും എതിർക്കുന്നുള്ളു. അപ്പൊ പിന്നെ വിചാരിച്ചു ഇനി ഞാൻ എതിർത്തിട്ട് കാര്യമില്ല. കണ്ണൻ മാമൻ എന്നൊരു പേരുണ്ട്. കണ്ണൻ വീട്ടിൽ വിളിക്കുന്നത് കറക്റ്റ് കേട്ടോ, കറക്റ്റ് പേര്. നിങ്ങളൊക്കെ ഉദ്ദേശിച്ച പേര് തന്നെയാണ് വീട്ടുകാരിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചത് ഒട്ടും തെറ്റിയിട്ടില്ല. ഇതെങ്ങനെ കോയിൻസിഡൻസിൽ വന്നു പെട്ടു? കറക്റ്റ് അല്ലേ? കൃഷ്ണനല്ലേ? നാട്ടുകാർക്ക് മുഴുവൻ ആരാധനയാണ്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് ആരാധകരായിട്ട്. അപ്പൊ പിന്നെ ഞാനായിട്ട് ഇനി എതിർത്തിട്ടൊന്നും കാര്യമില്ല. അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ പോയിട്ട് വന്നിട്ട് പറഞ്ഞമ്മേ ഞാൻ ഇനി PhD പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു സിവിൽ സർവീസ് വിട്ടു അല്ലേ, എഴുതാമേ അത് എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അപ്പോൾ PhD വന്നപ്പോഴും ഞാൻ ചോദിച്ചു ഡൽഹിക്ക് തന്നെ പോകുമല്ലേ. അപ്പോഴും മനസ്സിൽ ഇതാണ്, കാരണം ഇച്ചിരി ഒന്ന് കുറയുമല്ലോ. അല്ല അമ്മ അവിടെ ഞാൻ എൻട്രൻസ് എഴുതി, എന്തായാലും ഞാൻ MG യൂണിവേഴ്സിറ്റിയിലൂടെ ഒന്ന് എഴുതുവാണ്. എന്ന് പറഞ്ഞു. പോയിട്ട് വന്ന് പിന്നെ ഇങ്ങനെ കിട്ടി. അപ്പം ശരി ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ശരിയാക്കും മോനെ, നമുക്ക് കോളേജിലും എല്ലാം കയറാമല്ലോ എന്നൊക്കെ ഉള്ള ഇങ്ങനെ ഒരു പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടു, വിട്ടു. പക്ഷെ അധ്യാപകനാകുമ്പോഴത്തേക്ക് ചെറിയൊരു സർക്കിളിലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കുന്നവരുമാണ്. ഇപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് പറയും. അപ്പൊ അപ്പോഴും ഇങ്ങനെ പറയും. അപ്പോഴേ എൻ്റെ അടുത്ത് എല്ലാരും പറയാ അവന് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ പറയും വീനാമ്മ ഫസ്റ്റ് പറഞ്ഞത് അതാണ്. ഒരാൾ പൈസ അടയ്ക്കണമെന്നൊരു കക്ഷി വെച്ചു. വീനാമ്മടത്തിന്റെ മോനാണോ രാഹുല്? ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? അല്ല ഞാനൊന്ന് അറിഞ്ഞു. അപ്പോഴുടനെ എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ ഓഫീസർ എടുത്താലേ പറഞ്ഞു ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേന് നമുക്ക് നിയമസഭയിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടെങ്കിൽ ബീനാമ്മയുടെ അടുത്ത് വന്നാൽ മതി. കറക്റ്റ് അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അവനറിയാം, ജോണങ്കിൾ എന്ന് പറഞ്ഞ അവൻ്റെ ആളാണ്. അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നിയമസഭയിൽ ചെന്ന് ഞാൻ ഫസ്റ്റിലെ വിളിച്ചത് സാറിനെയാണ്. സാർ ഇപ്പോൾ പുനലൂരാണ്. ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറിൻ്റെ നാക്ക് പൊന്നാണ് കേട്ടോ, ഞാനിപ്പോൾ നിയമസഭയിലുണ്ടെന്ന് പറഞ്ഞു. നിയമസഭയിൽ അമ്മ നിന്നിട്ട് ആ വിളിച്ചു പറഞ്ഞില്ല, അതാണ് നിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത്. അമ്മ ഇത് പറയുമ്പോൾ ഒരു പ്രൗഡല്ലേ? സ്വാഭാവികമായിട്ടാണല്ലോ. അതിലെങ്ങനെ അഭിനമിക്കുകയല്ല, അമ്മമാരൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതെ അതെ അതെ. അമ്മ പിന്നെ ഇതിനകത്തൊരു ആശങ്കയുണ്ടെങ്കിലും നിയമസഭയിലെത്തുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ പലർക്കും കഴിഞ്ഞേക്കും. പക്ഷെ നിയമസഭയിലെത്തിയിട്ട് വർത്താനം പറയാം. പക്ഷെ അതിലുപരി കോൺഗ്രസ്സുകാർക്ക് തന്നെ അഭിമാനമാണ്. ഒപ്പം മറ്റു പാർട്ടിക്കാർക്കും ഈ രാഹുലിന്റെ ഒരു ഗ്ലാമറിന്റെ ഒരു പ്രസരിപ്പുണ്ട്. രാഹുൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇതെന്തോ പ്രശ്നമാവും എന്നുള്ളൊരു സാധനമുണ്ട്. അതൊരു പക്ഷേ ഒരു പ്രതിപക്ഷ MLA എന്നുള്ള രീതിയിൽ രാഹുലിന് പിന്നെ ഇപ്പൊ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള അറിയിക്കാൻ പറ്റും. ഭരണപക്ഷത്തിന് ചെറിയൊരു പേടി വേണം പ്രതിപക്ഷ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിലൊക്കെ അമ്മ ശ്രദ്ധിക്കാറുണ്ടോ ഒരു പ്രതിപക്ഷ MLA? ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ചർച്ചകളായാലും നിയമസഭയുടെ നിയമസഭ നടക്കുന്ന ദിവസം ഫസ്റ്റിലത്തേനും അങ്ങനെ അതുകൊണ്ട് ഇങ്ങോട്ടെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ആദ്യ ദിവസത്തെ പ്രസംഗം ഞങ്ങളും കേട്ടു. കുറച്ചൊരു ആർജവൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തുടർന്നാൽ നന്നാവും എന്ന് തോന്നില്ലേ? അങ്ങനെ തന്നെ വിചാരിക്കുന്നു. അതെ 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 അതെ. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഈ ആദ്യത്തെ ദിവസം ഇംപ്രഷൻ കിട്ടുക, അതും എല്ലാവരും കേൾക്കാൻ നിൽക്കുക. അമ്മ ഇപ്പൊ ഞാൻ ബാക്കി വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, അതും കൂടെ ചോദിച്ചിട്ട് പോവാം. അത് ഞാൻ ചോദിക്കാതെ തന്നെ അമ്മയ്ക്ക് അറിയാലോ, നീ ഉത്തരം പറഞ്ഞ ശരി എന്നാ. അമ്മ ഉത്തരം പറയും. അമ്മ ഇതാ പറയുന്നത്. ആ ചോദ്യത്തിന്റെ അടുത്ത് വരുമ്പോഴത്തേന് ആര് ചോദിച്ചാലും ഇതാ ഉത്തരം പറയണത്. രാഹുലിന്റെ സ്വാതന്ത്ര്യത്തിന് ഞാനും വിട്ടു. അങ്ങനെയൊക്കെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അതാണ് അമ്മ വിടാൻ നിശ്ചയിച്ചു, നമ്മൾ വിട്ടു. ഞാൻ രാഹുലിന്റെ കൂടെയാണ്, അമ്മ രാഹുലിന്റെ കൂടെ അല്ല. അതാണ് പ്രശ്നം. അമ്മയെന്നല്ല ആരും രാഹുലിന്റെ കൂടെ നമുക്ക് നോക്കാം. ഞങ്ങൾ അമ്മയെ ഒഴിവാക്കുകയാണ്. എന്താ വെച്ചാൽ അമ്മയുടെ അഭിപ്രായം നമുക്ക് എന്തായാലും അറിയാം. ക്യാമറയൊക്കെ മറഞ്ഞു നിൽക്കുക, അമ്മ അത് പറയണ്ട.
ആ പഴയ കാലം കൂടെ ഓർത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ അല്ലേ? ആണോ? അത്യാവശ്യം കുട്ടി മുതിർന്നു. അപ്പൊ അതിന്റെ ഒരു ധൈര്യം ഉണ്ട് അല്ലേ വീട്ടിലും ഒക്കെ? ഇപ്പൊ വളരെ സന്തോഷമാണ്. കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ജയിലിൽ പോക്കെ ഉള്ളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകും. അല്ല, അങ്ങനെ പോകുമ്പോഴും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഇപ്പൊ പേടിയൊന്നുമില്ല അങ്ങനെ പോകുമ്പോഴും. അല്ല, ഇനിയാണ് കൂടുതൽ സാധ്യതകളുള്ളത്, കൂടുതൽ ഉത്തരവാദിത്തമായി. മറ്റേത് ചെറിയ ലീഡറായിരുന്നു, ഇപ്പോ വലിയ ലീഡറാണ്, ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ്. എന്നാ ശരിയെന്നാ, ശരി, ഓക്കെ, സന്തോഷം. ഈ എല്ലാവരും ചോദിച്ചു മടുത്ത ചില ചോദ്യങ്ങൾ ഒഴിവാക്കുകയാണ്. പക്ഷെ എങ്കിലും ഇപ്പോ നമ്മള് ചില കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ബുദ്ധൻ കുടുംബം ഉപേക്ഷിച്ച് പോയതല്ല, ആക്ച്വലി റിസർച്ച് സ്കോളറായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കുടുംബത്തിനെ ബാക്കിൽ നിർത്താൻ പറ്റാതെ പോയൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നു. അതേപോലെ രാഹുലിന് മനസ്സിനകത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം. അതിന്റെ പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ആവശ്യമുള്ള ഒരു സമയം കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം രാഹുൽ പല കാര്യങ്ങളും നീക്കി വെക്കുന്നത്. ചോദ്യങ്ങൾ പക്ഷെ വരുമ്പോൾ ഇതിനെ നമ്മൾ പേഴ്സണലി തന്നെ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ടി വരും. കാരണം അത്ര അടുത്തേക്ക് നമ്മയായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഇതിനെ എങ്ങനെ താത്വികമായി അവലോകനം ചെയ്യും? ചോദ്യം തന്നെ അല്പം താത്വികമാണ്. പൊതുപ്രവർത്തകർ ആരായാലും, അത് ഏത് മേഖലയായാലും, അത് രാഷ്ട്രീയമാകട്ടെ, സാഹിത്യമാകട്ടെ, സാംസ്കാരിക മേഖലയാകട്ടെ, പബ്ലിക് സ്പേസിനെ നിൽക്കുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക്, ഒരു രാഷ്ട്രീയ പ്രവർത്തനം രൂപപ്പെടുന്നതിനകത്ത് അയാളുടെ കുടുംബത്തിന്റെ സാക്രിഫൈസ് വളരെ വലുതാണ്, ഭയങ്കര കൂടുതലാണ്. മമ്മൂക്കയുടെ നയം വ്യക്തമാകുന്നു എന്ന് പറയുന്ന സിനിമ കാർത്തികൻ സാറിന്റെ ജീവിതത്തോട് വളരെ ചേർന്ന് നിന്നൊരു സിനിമയായിട്ടാണത് അന്ന് കേട്ടിട്ടുള്ളത്. കുറേ അധികം സത്യസന്ധമായ സിനിമ ഈ രാഷ്ട്രീയ സിനിമകളിൽ ഒന്നാണ്. സറ്റയറായിട്ടുള്ള, സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് നയം വ്യക്തമാകുക എന്നുള്ളത്. നമ്മൾ ഈ കാണുന്ന ഒരു പ്രിവിലേജ് ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിന് ഉണ്ടാകും. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിന് നമ്മൾ ഈ കാണുന്ന, വിമർശിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടാകില്ല. ചിലപ്പോൾ നമുക്ക് വലിയ ഈ നോട്ടത്തിലെ സൗകര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ഇപ്പം ഈ സ്റ്റേറ്റ് പിടിച്ചെടുത്തതിന് ശേഷം നെട്ടൂരാൻ ഭാര്യയുടെ പ്രസവത്തിന് മരുന്നിന് വേണ്ടിയിട്ട് പണമില്ലാതെ ഓടുന്നൊരു ഓട്ടമുണ്ട്, നെട്ടൂരാൻ്റെ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടമൊക്കെ ഉള്ള ഒത്തിരി പൊതുപ്രവർത്തകർ, മഹാഭൂരിപക്ഷം പൊതുപ്രവർത്തകർ അതാണ്. കാരണം മന്ത്ലി ബഡ്ജറ്റിനെ ഒന്ന് ഒരുമിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ ഇവരുടെ ഒരു കെട്ടും മട്ടും ഒരു ജീവിത ജാടയൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഇത്ര വലിയ പ്രയാസം ഉണ്ട് എന്ന് നല്ല വേഷപ്പെടുന്നിരിക്കും, നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ച് കാണിക്കും. പക്ഷെ ഇവരെ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതിനകത്ത് കുടുംബത്തിന്റെ ഒരു ബാക്കപ്പ്, കുടുംബത്തിന്റെ ഒരു സാക്രിഫൈസ് വളരെ വലുതാണ്. അമ്മ തോളോട് തോൾ ചേർന്ന് നിൽക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നോക്കാം നമുക്ക്. അതെ അതെ, അമ്മയുടെ പെൻഷനൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ പല സിനിമകളിലും കോൺഗ്രസ്സുകാരെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോൾ ക്ലാസ്മേറ്റ്സ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ കോൺഗ്രസിനെ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയാണ്. ഇപ്പോൾ ലാൽസലാമിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സിനിമയാവുമ്പോഴും അതിനകത്ത് ഉണ്ടാവുന്ന ചില വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ പൊതുവിൽ ഇടതുപക്ഷ സിനിമകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അതിപ്പോൾ സന്ദേശം സിനിമ വരുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ഇപ്പുറത്തെ സൈഡിൽ ട്രോളാൻ വേണ്ടിയിട്ട് ഒരു കുന്ന് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തോട് സപ്പോർട്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇത്തരത്തിലുള്ള സിനിമകളിൽ ഈ സന്ദേശം ഒരു വലിയൊരു ബെഞ്ച് മാർക്കാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയും. സിനിമകൾ എങ്ങനെയാ ഒബ്സർവ് ചെയ്യുന്നത് ആ തരത്തിൽ? അല്ല, അതിനകത്തൊരു കാരണം, ഞാൻ അതിനെ വിമർശിക്കാനൊന്നുമില്ല. അത് അവരുടെ രാഷ്ട്രീയമാണ്, അവരുടെ രാഷ്ട്രീയം തന്നെയാണത്. വടക്കൻ സെൽഫിയിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാതെ ഒരു ഡയലോഗ് ഉണ്ട്, വിജയരാഘവൻ പറയുന്നത്, ഞാൻ പഴയ SFI ആണെന്ന് പറഞ്ഞ്. അതിന്റെ ചലച്ചിത്രത്തിൽ പ്രവർത്തിച്ച ആരുടെ ഒരാളുടെ രാഷ്ട്രീയത്തെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം ചില സമയത്ത് ഇങ്ങനെ പോകുമ്പം ഒരു കലിങ്ങിനകത്ത് ഒരു CPM-ന്റെ ഒരു ചുമരെടുത്ത് ബോധപൂർവ്വം വയ്ക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തും. അത് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതും ആയിരിക്കില്ല, പക്ഷെ അത് അവരുടെ ഒരു രാഷ്ട്രീയം അവർ വളരെ ഭംഗിയായി പറഞ്ഞു. അതിനകത്ത് തെറ്റ് അവർക്ക് പറയാമല്ലോ, അവർക്ക് പറയുന്നതിനകത്ത് തെറ്റ്. പക്ഷെ അത് ശരിയാകണമെന്നില്ല. ഞങ്ങളെ ഒരു കോളേജ് യൂണിയനെ പരാജയപ്പെടുത്തിയ സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. ഞങ്ങൾ ജയിക്കും എന്ന് ഉറപ്പിച്ചിരുന്ന വർഷത്തെ കാത്തലിക്കറ്റില് ആ വർഷം ക്ലാസ്മേറ്റ്സ് ഇറങ്ങുകയും KSUക്കാരല്ല ഞങ്ങളെല്ലാം കഞ്ഞിക്കുഴിമാരാവുകയും അവർ ഭയങ്കര സുകുമാരന്മാരാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ക്ലാസ്സിൽ കയറി ക്ലാസ്മേറ്റ്സിനെ പറ്റി ക്യാമ്പയിൻ വർക്ക് ചെയ്യേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഇവര് കയറിയിട്ട് നമ്മൾ കഞ്ഞിക്കുഴിയാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് പറയണമല്ലോ. അപ്പോൾ നമ്മൾ പറയാം, കണ്ടോ കാമുകിയെ കൊണ്ടുവന്ന് രാത്രിയിൽ കട്ടിലോട് എടുത്തുകൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്ക് കൊണ്ടുവന്നിടുന്നതാണ് ഇവരുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയെ പറ്റി നമുക്ക് ക്യാമ്പയിനൊക്കെ ചെയ്യേണ്ട ഗതികേട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് 90-കൾക്ക് ശേഷം SFI പശ്ചാത്തലമുള്ള കുറേയേറെ ആളുകൾ സിനിമാ മേഖലയിലേക്ക് വന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ രാഷ്ട്രീയം കാണിക്കും.
ആ രാഷ്ട്രീയത്തെ ഇപ്പം പിന്നെ ക്ലാസ്മേറ്റ്സ് സിനിമയിലെ സതീശൻ കഞ്ഞിക്കുഴി കണ്ടിട്ട് അത് പൊളിറ്റിക്കലി ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല കാണിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചിരിക്കാറുണ്ട്. വെള്ളിമൂങ്ങയിലെ കഥാപാത്രങ്ങളെ കാണുമ്പം നമ്മൾ അത് കണ്ടു ചിരിക്കാറുണ്ട്. വെള്ളിമൂങ്ങ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരാളെ പോലും കാണിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പിച്ചു പറയാം, ആ വെള്ളിമൂങ്ങ തിരിച്ചാണ് ഇറങ്ങുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് തിയേറ്ററുകൾ ഉണ്ടാകില്ല. ഇപ്പം ഈട ഉദാഹരണം, ഈട വേറൊരു വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു പ്രണയവും ഒരു വേറെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഈട എങ്ങനെയാ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത്? ചാവേർ എങ്ങനെയാ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത്? ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാ പിന്നെ അവര് സ്വീകരിച്ചത് എങ്ങനെയാ? ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. ആ അസ്വസ്ഥതയുടെ ആ ഇൻടോളറൻസിന്റെ ആവശ്യമില്ല. അതൊരു എമർജൻസിയാണ്, ഒരു കൾച്ചറൽ എമർജൻസിയാണ്. അതിന്റെ ആവശ്യമില്ല. അവരിറക്കട്ടെ, അവർ സിനിമ ഇറക്കട്ടെ, നമ്മൾ ആ സിനിമയെ പറ്റി പറയും, നമ്മൾ ആ സിനിമ കണ്ടിട്ട് ആ സിനിമയെ പറ്റി പറയും. ഇനി നമുക്ക് അതിനപ്പുറം ചെയ്യണം. നമ്മൾ പകര സിനിമ എടുക്കുന്നേ, നിങ്ങൾ പകര സിനിമ എടുത്തു, പ്രശ്നം തീർന്നില്ലേ? അതിനകത്ത് എന്താ ഇത്ര വലിയ കാര്യമുള്ളത്? ഈ അത്തരത്തിൽ വല്ലാതെ വിമർശിക്കപ്പെടാതെ ഇവരും കൂടെ ഏറ്റെടുത്തൊരു സിനിമ അറബിക്കഥയാണ്. ചോര വീണ മണ്ണിൽ നിന്നുള്ള പാട്ട് CPM-ന്റെ ഒരുവിധം എല്ലാ സമ്മേളനങ്ങളിലും അവർ ഇടാറുണ്ട്. ആ പാട്ടിന്റെയും ലാൽ സലാം എന്ന് വിളിക്കുന്നതൊക്കെ ഒരു രസത്തിലാണ് അവർ ഈ പാട്ട് എടുത്തതെന്ന് എന്റെ വിചാരം. അവരിടയ്ക്ക് വരിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരിക്കൽ അനിൽ പരശുരാനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഭാഗ്യവാനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു നിങ്ങൾ അവർക്കെതിരെ ഒരു രീതിയിൽ പാട്ട് അവരെ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ സമ്മേളന നഗരിയിലും എഴുതുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരികളുണ്ടല്ലോ. ഇപ്പൊ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം, അതുവരെയൊക്കെ ഓക്കെ. പിന്നെ അങ്ങോട്ട് പറയുന്നത് മൂർച്ചയുള്ള ആയുധങ്ങളല്ല പോരിന് ആശ്രയം. ഇവർ ആയുധം എടുക്കുന്നതിനെതിരായിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. തുരുമ്പെടുത്തു, ഇവരുടെ കാരിരുമ്പ് തുരുമ്പെടുത്തു പോയി. അതെ, ആശയത്തെ പ്രത്യയശാസ്ത്രത്തെ ഭയങ്കരമായി പരിഹസിച്ചിരിക്കുകയാണ്. കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. പിന്നെ പറയുന്നത് സ്മാരകം തുറന്നു വരും വാക്കുകൾ, പിന്നെ നിങ്ങൾക്ക് കാലിടറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് രക്തസാക്ഷിത്വത്തെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ പോകുവാൻ നമുക്ക് ഏറെ ദൂരമുണ്ട്, ഓർക്കണം, വഴിപിഴച്ച് പോയിടാതെ മിഴുതെളിച്ച് നോക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വഴിപിഴച്ചതിനെ പറ്റി, ഇവർക്ക് കാലിടറിയതിനെ പറ്റി, പ്രത്യയശാസ്ത്ര പരാജയത്തെ പറ്റി എന്ന് വേണ്ട ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന എല്ലാ പോരായ്മകളെയും വളരെ കൃത്യമായി കാവ്യാത്മകമായി അദ്ദേഹം വിമർശിച്ചിട്ടും പരിഹസിച്ചിട്ടും ഇത് മനസ്സിലാകാതെ കുറെ സാധുക്കൾ ഈ പാട്ട് വയ്ക്കുന്നുണ്ട്. ബാക്കി എല്ലാ സിനിമകളെയും കടന്നാക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ആ സഹിഷ്ണുതയോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ ആഷിഖ് കപൂറിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി നമ്മൾ എതിർക്കുന്നുണ്ട്. ഇപ്പം ആഷിഖ് കപൂറിന്റെ ഒരു 500 രൂപ ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ. ശ്രീ KM മാണി സാറ് എന്നോട് 500 രൂപ ചലഞ്ച്, ബക്കറ്റ് ചലഞ്ച് വെച്ചിരുന്നു. പിന്നീട് അതേ മാണി സാറിന്റെ സ്മാരകം പണിഞ്ഞപ്പോൾ ശ്രീ ആഷിഖ് കപൂറിന് മിണ്ടാട്ടമില്ലാത്തതും പുതിയ കാലഘട്ടത്തിൽ അഴിമതിയെ പറ്റി മിണ്ടാട്ടമില്ലാത്തതൊക്കെ ആഷിഖ് കപൂറിനോട് നമുക്ക് രാഷ്ട്രീയ ചോദ്യങ്ങളാകാം. പക്ഷെ അതേ സമയത്ത് തന്നെ മായാനദി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? പിന്നെ അപ്പുവിനെ നമുക്കിഷ്ടമാണ്, മാത്രമേ നമുക്കിഷ്ടമാണ്, അപ്പുവിന്റെ പിന്നാലെ പോകുന്ന മാത്രമേ നമുക്കിഷ്ടമാണ്, ഒന്ന് പോയി തരൂ മാത്ത എന്ന് പറയുന്ന അപ്പുവിനെ മാത്രമേ നമുക്കിഷ്ടമാണ്. മാത്തനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഈ മാത്തൻ പൂച്ചയെ പോലെയാണ്, എപ്പോഴാണെന്നറിയില്ല ചാടി വീഴുന്നത്, ഇരുട്ടത്തുനിന്ന് ചാടി വീഴുന്നത് എന്നൊക്കെ പറയുന്ന ആഷിഖ് കപൂറിനെ നമുക്ക് അത്തരത്തിൽ ഇഷ്ടമാണ്. നമുക്ക് അയാളോട് വിയോജിപ്പും, അയാളുടെ രാഷ്ട്രീയത്തോട് അതിശക്തമായി വിയോജിപ്പുണ്ട്. പക്ഷെ അയാളുടെ സിനിമയോട് നമുക്ക് ആ വിയോജിപ്പില്ല. റൈഫിൾ ക്ലബ്ബ് കണ്ടിരുന്നു. റൈഫിൾ ക്ലബ്ബ് കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ആഷിഖ് കപൂറിനെ ഞാൻ കണ്ടെടുത്തു. ഞാൻ പറഞ്ഞെടുത്തു സിനിമയുടെ ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞത്. ഇപ്പം റൈഫിൾ ക്ലബ്ബ് എടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, വളരെ രസകരമായിട്ട്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് എല്ലാ സിനിമയുടെയും കഥ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. റൈഫിൾ ക്ലബിന്റെ കഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. പക്ഷെ നല്ല രസമല്ലേ? ഈ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇങ്ങനെ വെടിവെച്ചിട്ട് എന്റെ തോക്കിൻ്റെ ഉണ്ടയാണ് കൊണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ മല്ലിട്ടിട്ട് ചോദിക്കുമല്ലോ, അല്ല നാത്തൂന് ഇതാണോ ഈ നാത്തൂൻ പോലെ പറയുന്നത്? രസകരമായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള നാത്തൂൻ പോലെ ഇതാണോ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഈ ഇതിനകത്ത് ദിലീഷ് പോത്തന്റെ അളിയൻ ക്യാരക്ടറാണെന്ന് എന്റെ ഓർമ്മ. അവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് നമുക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ എന്തോ അടി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിന്റെ എൻഡിൽ. പക്ഷെ അവരിങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ എൻകറേജ് ചെയ്തിട്ട് ഇങ്ങനെ വെടിവെക്കുന്നവർ ടീസ് ചെയ്തിട്ട് വെടിവെക്കുന്നതൊക്കെ അത് വേറെ ട്രീറ്റ്മെന്റ് ആണ്. എന്തായാലും കഥയെന്ന് ചോദിച്ചാൽ കഥയൊന്നും നമുക്ക് പറയാൻ അറിയില്ല. പക്ഷെ നല്ല രസമായിരുന്നു കണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. ഇനി സിനിമയ്ക്കകത്തൂടെ രാഷ്ട്രീയം, ഇപ്പം നാടകങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ സമയമുണ്ടല്ലോ. നാടകങ്ങളുടെ രാഷ്ട്രീയം ഇറക്കുമ്പോൾ എങ്ങനെ ചെയ്യുക? ഒരു നാടകം ഇറക്കുമ്പോൾ ഇപ്പുറത്ത് വേറെ നാടകം ഇറക്കണം, അല്ലേ? അതല്ലേ രാഷ്ട്രീയം. ഇപ്പൊ സാംസ്കാരിക മേഖലയിലെ രാഷ്ട്രീയ മത്സരതാണ്. പക്ഷെ നിലവിലെ അങ്ങനെ നമുക്കിപ്പോ നല്ല കഥ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം, നല്ല സിനിമ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള
സ്റ്റേറ്റ്മെന്റുകൾ ചില സാംസ്കാരിക നായകരെന്ന് വിളിക്കേണ്ടുന്നവർ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഭയങ്കര പിന്നെ അവരുടെ രചനകളിലെ ഏറ്റവും മോശം രചനയായിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ തള്ളിക്കളയുകയല്ലാതെ അതിനോട് നമുക്ക് നിവൃത്തിയില്ല. പഴയ കാലത്ത് ഇപ്പം സാംസ്കാരിക പ്രവർത്തകർക്ക് രാഷ്ട്രീയമുള്ളവരുണ്ടല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ആ രാഷ്ട്രീയം പറയാം. പക്ഷെ വിധേയത്വത്തിന്റെ രാഷ്ട്രീയം പറയാൻ പാടില്ല. ഇപ്പം എല്ലാ വിഷയത്തിലും ഇപ്പം പൊതുപ്രവർത്തകൻ, ഇപ്പം ഒരു CITU പ്രവർത്തകന് CPM ചെയ്യുന്നില്ല, സർക്കാർ ചെയ്യുന്നില്ല, കൊള്ളരുതായ്മകളെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയുണ്ട്. പക്ഷേ സാഹിത്യ മേഖലയിൽ CITU ഇല്ലല്ലോ. അപ്പൊ അവരെന്തിനാണ് എല്ലാ കൊള്ളരുതായ്മയും ന്യായീകരിക്കുന്നത്, എല്ലാ കൊള്ളരുതായ്മകൾക്കും നിശബ്ദത കാണിക്കുന്നതിനാണ്, എല്ലാ ഇപ്പുറത്തുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളെ പോലും പർവ്വതീകരിക്കുന്നതിനാണെന്നുള്ളൊരു തോന്നാറുണ്ട്. ഇപ്പൊ ആ തോന്നലില്ലായിരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പം ആലോചിക്കും, അവര് സാംസ്കാരിക നായകരാണ്, നമുക്ക് തോന്നിയാലല്ലേ നമുക്ക് ആ അസ്വസ്ഥത ഉണ്ടാകണമല്ലോ, അതില്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കും. ഒരു ഇൻടോളറൻസ് വേണ്ടെന്ന് പറയാം, വിമർശിക്കാൻ ഇൻടോളറൻസ് വേണ്ട. കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് സംസാരിച്ചതുകൊണ്ട് ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഇടത് മനോഭാവം എന്ന് പറയുന്നത് ലോകത്താകമാനം നമ്മൾ കാണുന്ന ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആംഗിൾ എടുക്കുക എന്നുള്ളതാണ്. ഇടത് പാർട്ടികൾ ചിലപ്പോൾ അതിനോടൊപ്പം നിൽക്കണമെന്നില്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇടത് പാർട്ടികളാണ്. ആ തരത്തിൽ ഇപ്പോൾ VD സതീശൻ പോലും സംസാരിച്ചിരുന്നു, ഞങ്ങളും ഇടത് പാർട്ടിയാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഇടത് പ്രയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പീസ് എടുക്കുന്ന ആളുകൾ VD സതീശനെ തള്ളി രാഹുൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആക്കുക. ഞാൻ ഈ ഒരു ഇടത് ഗ്ലോറിഫിക്കേഷനോട് താല്പര്യമില്ലാത്തതാണ്. വാട്ട് ഈസ് ലെഫ്റ്റ് തിയറിറ്റിക്കലി സംസാരിക്കുമ്പോൾ എന്താ ഇടതും വലതും? രാജ്ഞിയുടെ ഇടതുവശത്ത് ഇരുന്ന് രാജ്ഞി എതിർത്ത ആളുകൾ ഇടതുപക്ഷമെന്നും വലതുവശത്ത് ഇരുന്ന് രാജ്ഞി അനുകൂലിച്ച ആളുകൾ വലതുപക്ഷം. ഇതാണല്ലോ അതിന്റെ തിയറി. അതിനകത്ത് ഇങ്ങനെ ഒരു ഗ്ലോറിഫിക്കേഷന്റെ പാത്ത് എന്തിനാ? ഇപ്പം ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടികൾ, ഇപ്പൊ CPM അടക്കമുള്ള പാർട്ടികൾ കാണിക്കുന്നതാണ് ഇടതുപക്ഷമെങ്കിൽ ഐ ആം ആന്റി ലെഫ്റ്റ്. ഇന്ത്യയിലെ വലതുപക്ഷ പാർട്ടിയായ BJP അടക്കമുള്ള ആളുകൾ കാണിക്കുന്നതാണ് വലതുപക്ഷമെങ്കിൽ ഐ ആം ആന്റി റൈറ്റ്. കവിതയിലൂടെ ഗ്ലോറിഫൈ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ഓരോ പാർട്ടികളുടെ പെർസ്പെക്റ്റീവ്, ഇപ്പൊ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവർ പറയുന്നത് ലെഫ്റ്റിന്റെ സോകോൾഡ് നറേഷൻസ് ഉണ്ടല്ലോ, സോകോൾഡ് ഡെഫിനിഷൻസ് ഉണ്ടല്ലോ. എന്താ? പരിസ്ഥിതിവാദം. എലപ്പുള്ളിയില് ബ്രൂവറി, എലപ്പുള്ളി എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ജലദാരിദ്ര്യം, അങ്ങനെ തന്നെ പറയും, ജലദാരിദ്ര്യം നേരിടുന്ന ഒരു പ്രദേശത്ത് ജലചൂഷണത്തിന് ഒരു കമ്പനിക്ക് വഴിവിട്ട് അനുവാദം കൊടുത്തിട്ട് ആ കമ്പനിയെ ന്യായീകരിക്കാൻ വേണ്ടി സോകോൾഡ് ഇടതുപക്ഷത്തിന്റെ വലിയ ഭൗതിക പ്രമുഖനായ ഒരു മന്ത്രി ഇറങ്ങി നിന്ന് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ അതിനെ ഇടതുപക്ഷം എന്ന് പറയുന്നെങ്കിൽ ആന്റി ലെഫ്റ്റ് അല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിച്ച് പുറത്തുപോയ TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഐ ആം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം സ്ട്രോങ്ലി ആന്റി ലെഫ്റ്റ്. നിങ്ങൾ കേരളത്തിന്റെ 2019 ശേഷമുള്ള കേരളത്തിന്റെ പരിസ്ഥിതി ലോലതയെ തിരിച്ചറിയാതെ, കേരളം എന്ന് പറയുന്നത് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ആ തരത്തിലൊരു ജോഗ്രഫി കേരളത്തിനായി കഴിഞ്ഞു, ഒരു പരിസ്ഥിതി ആയി കഴിഞ്ഞു. ആ പരിസ്ഥിതിയിൽ അതൊന്നും നോക്കാതെ നിങ്ങൾ എംബാങ്ക്മെന്റ് കെട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, നിങ്ങൾ കേരളയിൽ കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ എം ആന്റി ലെഫ്റ്റ്. തിരുവനന്തപുരത്ത് കുറേ മനുഷ്യന്മാർ, ആശാ വർക്കർമാർ 7,000 രൂപ ഓണററി 3 മാസം മുടങ്ങിയിട്ട് കിടക്കുകയാണ്. ആ ആശാ വർക്കർമാർ എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവരുടെ തൂക്കം നോക്കാൻ വരണം, അവര് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ തൂക്കം നോക്കാൻ വരണം, അവര് പ്രസവിച്ച് കഴിയുമ്പോൾ മുലയൂട്ടുന്ന അമ്മയുടെ തൂക്കം നോക്കാൻ വരണം, തളർന്നു കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ തൂക്കം നോക്കാൻ കയ്യിൽ എടുത്തു നോക്കണം, മന്ദിനെതിരെ പോരാടുമ്പോൾ വേണം, കോവിഡിനെതിരെ പോരാടുമ്പോൾ വേണം, പോളിയോയ്ക്കെതിരെ പോരാടുമ്പോൾ വേണം. അവർ സമരം ഇരിക്കുമ്പോൾ മന്ത്രി വീട്ടിൽ കേട്ടില്ല. അതാണ് ലെഫ്റ്റ് എങ്കിൽ ഐ ആം ആന്റി ലെഫ്റ്റ്. ഓണായി. പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ചപ്പോ ഇടതടവില്ലാതെ സംസാരിക്കുന്ന നാക്കിന്റെ ഒരു സ്പോണ്ടൈനിറ്റി ഇല്ലേ? ലെഫ്റ്റിന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ. കേരളത്തിൽ CPM ആണ് ലെഫ്റ്റ് എങ്കിൽ, ഇന്ത്യയിൽ CPM ആണ് ലെഫ്റ്റ് എങ്കിൽ ആ ഗ്ലോറിഫിക്കേഷനോട് ഒരു തരത്തിൽ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. പിന്നെ എന്താ ഇവരുടെ ആശയം എന്താ പറയുന്നത്? ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഏത് ആശയത്തെയാണ് നിങ്ങൾ ഉത്കൃഷ്ടം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ഞാനൊരു ജനപ്രതിയാകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു പരമാവധി അധികാരം. ഒരു MLA എല്ലാ അധികാരങ്ങളും, ഓഫീസിന്റെ എല്ലാ അധികാരങ്ങളും പരമാവധി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് എന്റെ ജനപ്രതിനിധി എന്നതിലുള്ള സ്വപ്നം. അതിന്റെ ഏറ്റവും മികച്ച ഡെഫിനിഷൻ ഗാന്ധിയുടെയാണ് ഡെഫിനിഷൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും അവശത അനുഭവിക്കുന്നവനെ ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞതാണ് എൻ്റെ ജനാധിപത്യത്തിന്റെ നിർവചനം. ജനാധിപത്യം വേണ്ട, ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോളറ്ററേറ്റ് റെവല്യൂഷൻ മതി. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അതിനുശേഷം ഒരു ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ വേണമെന്ന് ആഗ്രഹിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് ലെഫ്റ്റാ? എനിക്കത് ജസ്റ്റിഫൈഡ് അല്ല. ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറി എടുത്താൽ ഞാൻ എത്രമാത്രം ആന്റി റൈറ്റ് ആണോ ഞാൻ അത്രമാത്രം തന്നെ ആന്റി ലെഫ്റ്റും. അപ്പൊ കുറച്ചുകൂടെ രാഹുലിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നു, ഇല്ലെങ്കിൽ ഭയങ്കര പ്രാസംഗികനായി മാറും.
ശരിക്കും കവിതയൊക്കെ ഉള്ളിലുണ്ട്. ഈ എപ്പോഴെങ്കിലും സ്വകാര്യമായിട്ടെങ്കിലും ചൊല്ലി നോക്കൂല? ഇപ്പൊ ഞങ്ങളൊക്കെ ബാത്റൂമിൽ പാടുന്നവരാ. ഓ, ഞാൻ ബാത്റൂമിൽ ഗംഭീരമായിട്ട് പാടുന്നു. ബാത്റൂമിൽ ഗംഭീരമായിട്ട് പാടിയിട്ട് ഞാൻ തന്നെ എന്തൊരു പാട്ടാടേതൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും ബാത്റൂമിൽ പാടാത്ത മനുഷ്യന്മാരല്ല. ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന ആളാണ്. അപ്പം ഞാൻ എൻ്റെ വീട് റെനോവേറ്റ് ചെയ്തപ്പം ബാത്റൂമിനകത്തൊരു സ്പീക്കർ, ആഡംബരമൊന്നുമല്ല കേട്ടോ, ആഗ്രഹങ്ങളാണ്, സ്പീക്കർ ചെയ്ത ഒരാളാണ്. ഒരു സ്പീക്കർ ചെയ്തിട്ട് ഇപ്പം എനിക്കിപ്പോൾ, കാരണം ഈ ഫോണിൽ പാട്ട് കേൾക്കുമ്പം ഈ ഫോൺ താഴെ വീഴുമെന്ന് പേടിക്കണം, വെള്ളത്തിൽ പോകുമെന്ന് പേടിക്കണം, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാവുമല്ലോ. പിന്നെ കോൾസ് വരുമ്പോൾ പാട്ട് കെട്ടാകും. ബാത്റൂമിനകത്തൊരു സ്പീക്കറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പാട്ടിന് കേട്ട് ഇപ്പം ബാത്റൂമിൽ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പാട്ട് ഇപ്പം പിന്നെ ഇപ്പം യാത്ര ചെയ്യുമ്പോഴല്ല, അപ്പം അത് MLA ആയിരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോഴായാലും എപ്പോഴും പാട്ടുള്ള വണ്ടിയാണ്. പാട്ടുള്ള വണ്ടിയാണ് കേട്ടോ MLA-യുടെ വണ്ടി. എപ്പോഴും പാട്ട് വെക്കുന്ന വണ്ടിയാണ്. എപ്പോഴും പാട്ട് വെക്കുന്നതാണ്. കവിതകൾ ഭയങ്കര ഇഷ്ടമാണ്. കവിതകൾ പുതിയ കാലഘട്ടത്തിലെ കവിതകളും പഴയ കാലഘട്ടത്തിലെ കവിതകളും. കവിത ആകുമ്പോൾ പാടണ്ടല്ലോ, ചൊല്ലിയാൽ മതിയല്ലോ. അപ്പൊ കവിത ചൊല്ലാം. അയ്യോ, ഞാൻ ചൊല്ലുമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന കവിതകളിലൊന്നാണ് ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി എന്നുള്ള പാട്ട്. ആ പാട്ട് ഇടക്കാലത്ത് വേറെ അതിലൊന്ന് രണ്ട് വരികളിലൂടെ വീണ്ടും ഹിറ്റായത് ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയപ്പോഴായിരുന്നു. അതിനകത്ത് മുരളി ഇങ്ങനെ ഗിറ്റാറൊക്കെ എടുത്തിട്ട് കാലം ഇനിയുരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പാടുമ്പോൾ കുറെ ആളുകൾ സെർച്ച് ചെയ്ത് ഇതേതാണ് പാട്ടെന്ന് ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാട്ട് ഏതാ, കാരണം ഇടയ്ക്കത്തൊരു വരിയാണ്. ആർദ്രമീ ധനുമാസം കക്കാട് സാറിന്റെ കവിതയാണെന്ന്. അത് നമുക്കിങ്ങനെ കേൾക്കുന്നത് വേണുഗോപാലിന്റെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാൻ ഇഷ്ടമാണ്. ഇനി അതുപോലെ തന്നെ ഈ പരുക്കനായി പാടുന്ന പനച്ചൂരാന്റെ കവിതകൾ ഇപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ മീറ്റ് ദ കാൻഡിഡേറ്റിന്റെ ഒക്കെ സ്ഥിരം പാട്ടായിരുന്നു വലയിൽ വീണ കിളികളാണെന്ന്. അപ്പം ആ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു വലയിൽ വീണ നിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷി. ഭയങ്കര ഇഷ്ടമാണ്. കാട്ടാക്കട പലപ്പോഴും ഞങ്ങൾക്ക് എതിരായിട്ടാണ് എഴുതുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുള്ളിയോട് സംസാരിക്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കവിതകൾ എപ്പോഴും കേൾക്കും, അനാഥൻ എപ്പോഴും കേൾക്കാറുണ്ട്. അതിനകത്ത് മാത്രം ഒരു രാഷ്ട്രീയം ഉള്ളത്. ഇങ്കുലാബിൻ മക്കൾ ആരും അറിഞ്ഞില്ല, ഉദരത്തിലെ രാസമാറ്റം ഉലകത്തിലെവിടെയും ഭരണത്തിലല്ലയോ എന്നൊട്ടൊക്കെ പറഞ്ഞിട്ട് അതിനകത്തൊരു രാഷ്ട്രീയമൊക്കെ ഉണ്ട്. കവിതകളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഹിന്ദി സോങ്സ് ഒക്കെ നിരന്തരമായിട്ട് ആരാധിക്കുന്ന ഒരു രാഹുൽ ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ കരക്കമ്പി. എനിക്കങ്ങനെ അങ്ങനെ ഭാഷയൊന്നുമില്ല. നല്ല പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. പാട്ടുകൾക്ക് അങ്ങനെ ചോയ്സുകളില്ല, എല്ലാം ഇഷ്ടമാണ്, എല്ലാം പോകും. പിന്നെ ഡാപ്സിയുടെ ഒക്കെ പാട്ടുകൾ കേൾക്കാറുണ്ട്, വേടന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. തളിർവെറ്റിലെ ഉണ്ടോയും കേൾക്കും, വട്ടയപ്പവും കേൾക്കും, രണ്ടും കേൾക്കും. തളിർവെറ്റിലെ ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് എന്താ അതിന്റെ കാരണം എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ചിത്രയിച്ചു തന്നു അല്ലേ, ഭയങ്കര മനോഹരമായിട്ട് ഇങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് അതില് ഇടക്കത്തെ വഴികളൊക്കെ ഉണ്ടല്ലോ. നടവഴിയിടകൾ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടി അവലിൻ കഥ പോലെ ഇവളുടെ പരിണയ കഥ പറഞ്ഞു, പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിട്ട്. ഏറ്റവും രസം പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു എന്നാണ്. പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. കല്യാണത്തിന്റെ നല്ല രസമാണല്ലോ. നല്ല എനിക്ക് ആ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. അതെ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതെ അതെ, നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, പക്ഷെ അത് ശിവചേട്ടൻ എഴുതി വെച്ചപ്പോഴാണ് പലരായിട്ട് പറഞ്ഞു ഇങ്ങനെ ആ പരിണയ കഥ എല്ലാരും പറഞ്ഞിട്ട് പറയാതറിഞ്ഞത് ഇങ്ങനെ പരിഭവം പറഞ്ഞിട്ട് പോവുകയാണ്. ഭയങ്കര രസമാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകളുണ്ട്. ഇപ്പോഴത്തെ മോശമാണെന്നല്ല, ഇപ്പോഴത്തെ പാട്ടുകൾ നമ്മളതുപോലെ ആസ്വദിക്കുന്നതാണ്. എനിക്ക് സിനിമ ഇഷ്ടം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയേണ്ടി വരും. ഇപ്പോഴൊക്കെ അല്ല, ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിനകത്ത് അതിനകത്ത് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിലെ ചില കഥാപാത്രങ്ങളാണല്ലോ അവര്, അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഫെമിനിസം ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു ഫെമിനൈൻ ചിന്താഗതിയൊക്കെ ഫെമിനിസം ഒക്കെ ഡെവലപ്പ് ചെയ്യപ്പെട്ടൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം ഒരു വലിയ ഒരു റവല്യൂഷനാണ്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിപ്ലവമാണ്. നവോത്ഥാനത്തിന് മുമ്പുള്ള കാലഘട്ടമുണ്ട്, നവോത്ഥാനത്തിന് ശേഷമുള്ള കാലഘട്ടം. നവോത്ഥാനമാണ് അതിന്റെ ബെഞ്ച് മാർക്ക്, അതാണ് ആളുകളെ മാറ്റുന്നത്. അപ്പൊ അതിനു മുന്നേ ഉള്ള കാലത്ത് നമ്മൾ അങ്ങനെ വേണം കാണാൻ. അതൊന്നും എത്തപ്പെടാത്ത കാലമായി വേണം നമ്മൾ അതിനെ കണക്കാക്കാനായിട്ട്. അപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിപ്പോ നമ്മുടെ പല പഴയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ വരും. അവരാണ് കൂടുതലായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രസംഗം വഴി വിവാദത്തിൽ വരുന്ന പഴയ നേതാക്കന്മാരാണ്. അവരുടെ പ്രധാനപ്പെട്ട കാരണം അവരതില്ലാത്ത കാലഘട്ടത്തിലാണ് സംസാരിച്ച് ശീലിച്ച് തുടങ്ങിയത്. അത് ശരിയാണെന്ന് ചോദിച്ചല്ല. ഇപ്പം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആളുകളുടെ ശരീരരൂപം വെച്ചിട്ട് ഇരട്ട പേരുകളുണ്ടായിരുന്നു.
ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ അങ്ങനെ ഒരു പേര് കേൾക്കാൻ കഴിയും പണിയിട്ട് ആ ഇടപാട് തീരും. അത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ കാലഘട്ടമാണ്. ഇനി ആ കാലഘട്ടത്തിൽ പോലും അപ്പം ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു പ്ലോട്ടാണ്, ഒരു പിള്ളേക്കൊല്ലി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി, ഒരു ക്രിമിനലിനെ പറ്റി ഇങ്ങനെ കേട്ടു. ഒരു ത്രെഡായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കാണ്. അപ്പൊ അയാളെ കാണിക്കുമ്പം അയാൾ ചെയ്ത ക്രൂരതയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതിനെതിരായ അതാണല്ലോ, അത് കാണിച്ചല്ലേ പറ്റൂ. ഗ്ലോറിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു കാലഘട്ടത്തിന്റെ സിനിമകളാണ്. അതിപ്പം നരസിംഹവും ആറാം തമ്പുരാനും പിന്നെ രാവണപ്രഭുവും ദേവാസുരവും ഒക്കെ വിലയിരുത്തുമ്പം അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് അതൊക്കെ ഇറങ്ങിയത് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇതൊക്കെ ഇറങ്ങിയത്. പക്ഷെ അന്ന് നമ്മളതൊക്കെ ആസ്വദിച്ചിരുന്നു. ഈ സിനിമയെ കുറിച്ച് ചോദിക്കും പോലെ 10 പ്രണയഗാനം ഇഷ്ടപ്പെട്ട ഓർഡറിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സസൈസ് ആവും. ഞാൻ കുടുങ്ങിപ്പോവും. കുടുങ്ങട്ടെ. അപ്പൊ എല്ലാവർക്കും പ്രണയിനികളൊക്കെ ഓർത്തു വെച്ചോളാം കേട്ടോ. നിങ്ങളുടെ ഇത് പറഞ്ഞത് ഏത് പാട്ടാണെന്നുള്ളത് ഓർക്കാൻ പറ്റുന്ന അവസരമാണ്, റീകളക്ട് ചെയ്യാൻ പറ്റുന്ന അവസരം. പാട്ടുകൾ ഓർക്കാൻ പറഞ്ഞ എ റഹ്മാന്റെ ഒരുവിധം എല്ലാ പാട്ടുകളും ഇഷ്ടം. കാതൽ റോജാവെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. രുക്കുമണിയെ ഇഷ്ടമാണ്. മുതൽവനിലെ എല്ലാ പാട്ടുകളും, മുതൽവനിലേക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ദിൽസേറെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തന്നെ പറയാം, കുറച്ച് കഴിയുമ്പോൾ വിഷമം തോന്നുന്നു, ഇത് പറഞ്ഞില്ലല്ലോ. ഇപ്പം സന്യാസിനെ തൊട്ട് ഇങ്ങോട്ട് വരുമ്പം ഒരു കുഞ്ഞു പൂവിൻ്റെ ഇതളിൽ നിന്ന് ഒരു നറു പുഷ്പമായി, പിന്നെ നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഇഷ്ടമാണ്. പറയാതെ അറിയാതെ ഇഷ്ടമാണ്. പറയാൻ മറന്ന പരിഭവങ്ങൾ ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമല്ലാത്ത പാട്ടുകളായിരിക്കും കുറവെന്ന് തോന്നുന്നു. മിഴിയിൽ നിന്ന് മിഴിയിലേക്ക് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇഷ്ടമാണ്. കളഭം തരാം ഇഷ്ടമാണ്. ചന്ദ്രോത്സവം ഭയങ്കര രസമുള്ള സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര കണ്ട് തിയേറ്റർ വിജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതിനകത്ത് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നൊരു ഡയലോഗുണ്ട്. ഈ ചിറക്കൽ ശ്രീഹരി കല്യാണം കാണാനായിട്ട് വരികയാണ്. ഞങ്ങളുടെ കല്യാണം കാണാനായിട്ട് വരുമ്പം ഇങ്ങനെ ഒരു സുഹൃത്തുക്കളുടെ കൂടെ ശ്രീരാമനും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഒരു വെള്ളവടി സെറ്റപ്പിലേക്ക് ഇരുന്നിട്ട് ജീപ്പിന്റെ അടുത്തൊക്കെ നിന്നിട്ട്, അപ്പോൾ അന്നേരമാണ് ഭീമന്റെ കുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തവളക്കണ്ണി എന്നിരട്ട പേര് ആര് വിളിച്ചാലും തിരിഞ്ഞു തന്നറിയാവുന്ന തെറി വിളിച്ചവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്നു പോയിട്ട് മുന്നോട്ട് പോയിട്ട് ഏറ്റവും അവസാനം നോക്കടാ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു രസമുള്ളൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നുമില്ല. ആദ്യമായി മുഴുപ്പാവാട ഉടുത്ത നാൾ ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചു വന്നവളെന്നും, പിന്നെ കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ നോക്കിയിരുന്ന് നേരം വെളുപ്പിക്കാൻ കൂട്ടിരുന്നൊക്കെ കൂട്ടുകാരി എന്നൊക്കെ പറയുന്ന നല്ല രസം, ഭയങ്കര എക്സ്ട്രീം റൊമാൻസിലൊരു നല്ല സിനിമയാണ് ചന്ദ്രോത്സവം. ചില സിനിമകൾ അങ്ങനെയാണല്ലോ, ഈ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, പക്ഷെ തിയേറ്ററിൽ അക്കാലത്ത് അത്ര കണ്ട് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുള്ള ചില സിനിമകളുണ്ട്. ഓർത്തപ്പോ പറഞ്ഞു പാട്ടുകൾ എക്സസൈസ് ചെയ്യും. പാട്ടുകൾക്കൊപ്പം സൗഹൃദത്തിനെ ഒരുപാട് മാനിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഷാഫി മാത്രമല്ല, ഒരുപാട് പേര് ഇങ്ങനെ സൗഹൃദത്തിന്റെ കൂടെ സഹോദരനൊക്കെ തുല്യമായിട്ടുള്ള സ്നേഹമുള്ള ഒരാളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വാചാലനാവും. അതേപോലെ തന്നെയാണ് മമ്മൂക്കയെ കുറിച്ച് ഇടയ്ക്ക് പറയുന്നത് കേട്ടപ്പോൾ, മമ്മൂക്കയായിട്ട് ശരിക്കും പേഴ്സണലി ഒരു ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും അങ്ങനെ ഒരു ആളെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ അത്തരം ഒരു ആളാണ് ഷാഫി എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. അതൊന്ന് പറയൂ. ഞാൻ എല്ലാവരോടും ഓക്കെയാണ്. എല്ലാവരോടും ഒരു മിനിമം ബന്ധം എല്ലാവരോടും ഉണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ചില ആളുകളുണ്ട്. ഞാനത് വളരെ ചൂസ് ചെയ്യാണ്, സെലക്റ്റീവാണ്. കാരണം ഞാൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാകുന്ന, അത് സുഹൃത്തുക്കളായാലും ഭയങ്കരമായിട്ട് അസ്വസ്ഥനാകുന്ന ആളാണ്. അതുകൊണ്ട് ഞാനത് ഭയങ്കര ചൂസ് ചെയ്യാണ്. സുഹൃത്തുക്കളിപ്പം കോളേജ് കാലത്തൊക്കെ പഠിച്ച സുഹൃത്തുക്കളുണ്ട്, പൊതുപ്രവർത്തനത്തിൽ പഠിച്ച സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇപ്പം പിന്നെ അങ്ങയുടെ ചോദ്യത്തിൽ ചോദിച്ച പേരുകാരും പ്രശസ്തരായതുകൊണ്ടാണ് അവരെ പറയുന്നത്. ഞാൻ ജോബി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു സർക്കിളിൽ അറിയണമെന്നില്ല, ഞാൻ റിനോ എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല, ഞാൻ അനിൽ എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല, ഫെന്നി എന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളാണല്ലോ, സുഹൃത്തുക്കളാണല്ലോ നമ്മളെ രൂപപ്പെടുത്തുന്നത്. അപ്പം ഷാഫിക്ക ഒരു പൊളിറ്റിക്സിനകത്ത് പേഴ്സണലായിട്ട്, പൊളിറ്റിക്സിൽ തുടങ്ങി പേഴ്സണൽ ലൈഫിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളിൽ ഒരാളാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ അതിനെപ്പറ്റി പറച്ചിൽ നിർത്തി. കാരണം അത് ഭയങ്കര റിപ്പീറ്റഡ് ആയി വരുന്നത് നമ്മളതൊരു ഒരു ഈസ് ഓഫ് ഡൂയിങ് റിലേഷൻഷിപ്പ് ആണല്ലോ. ഒരു ബന്ധം ഇങ്ങനെ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പൊ വിഷ്ണുവായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ചെറുതിലെ തൊട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ. ഇപ്പം ബലറാമേട്ടൻ വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പൊ ഹൈബിച്ചേട്ടൻ വളരെ അടുത്ത സുഹൃത്താണ്. പറയാൻ പോയി കഴിഞ്ഞാൽ ആരുടെയൊക്കെ പേര് റോജേട്ടൻ, അങ്ങനെ വേണ്ട എല്ലാ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അതേസമയം തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളോട് അവരെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, അവരെ കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ്, അവരോട് യാത്ര ചെയ്യും, അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. സൗഹൃദങ്ങൾക്കൊരു വലിയ വിലയുണ്ട്. ഇപ്പം മമ്മൂക്കയെ പറ്റി ചോദിച്ചപ്പോൾ മമ്മൂക്കയോട് എന്താ പറയുക, ഇപ്പം എനിക്കങ്ങനെ അതിഭീകരമായ ബന്ധമുണ്ടെന്നല്ല, എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ബന്ധം, അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ബന്ധം
എനിക്കുണ്ട്. അപ്പം എനിക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ആൾ, ഇപ്പം ഞാനങ്ങനെ ഏതെങ്കിലും ഒരു നടന്റെ ആരാധകനാണ്. സിനിമകളുടെ നടന്റെയോ നടിയുടെയോ ആരാധകനാണ്, സിനിമകളുടെ ആരാധകനാണ്. നല്ല സിനിമ ആര് ചെയ്താലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവരെ വിളിക്കും, അഭിനന്ദിക്കും. സിനിമ ഇഷ്ടമായില്ലെങ്കിൽ വിടും. നമുക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് അതിനെ, ഇപ്പം നമുക്കാണല്ലോ ഇഷ്ടമാകാത്തത്, വേറൊരാൾക്ക് ഇഷ്ടമാകും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ പറയൽ വളരെ കുറവാണ്. അപ്പം അങ്ങനെ മമ്മൂക്കെ നമുക്ക് അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അല്ലേ, ഒരുപാട് നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ഒരു ഭയങ്കര വൈവിധ്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് തന്നൊരു മനുഷ്യൻ. അപ്പം എനിക്ക് മമ്മൂക്കി കാണണം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചിലരെയൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, സ്വാഭാവികമായി കാണുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ആൻഡോ ജോസഫിനോട് പറഞ്ഞു എനിക്കിങ്ങനെ മമ്മൂക്കി ഒന്ന് കാണണം പറഞ്ഞു. കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞു, അത് എൻ്റെ ഒരു ആഗ്രഹം അവിടെ പ്ലേസ് ചെയ്ത് വിട്ടു. പിന്നെ ഒരു ദിവസം ആൻഡോ ചേട്ടൻ തന്നെ, ഞാൻ എറണാകുളത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിച്ചു, എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട്. അപ്പോൾ എനിക്ക് തൃക്കാക്കര ഇലക്ഷൻ വെച്ച് നടക്കാം. അപ്പോൾ പറഞ്ഞു എന്നാൽ മമ്മൂക്ക വീട്ടിലുണ്ട്, മമ്മൂക്കയെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റിൽ മമ്മൂക്കയെ കാണുക, ഒരു പടം എടുക്കുക. അത് ഇപ്പം മമ്മൂക്കയൊക്കെ ഇപ്പോൾ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതെടുക്കുക എന്നെല്ലാം അവസാനിപ്പിച്ച സാധനമാണ്. അപ്പോൾ പോകുമ്പം ഞാനുണ്ട്, ഷാഫിക്കുണ്ട്, വിഷ്ണുട്ടനുണ്ട്. ആദ്യം കാണുന്നത് ലൊക്കേഷനിൽ പോകും, കാരവനിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പിന്നെ മമ്മൂക്കയോട് എന്നൊരു ചോദിച്ചു, പിന്നെ ഞാൻ രാഹുൽ എന്ന് പറഞ്ഞു. നമ്മളെ അറിയില്ലല്ലോ, അപ്പം അങ്ങനെയാണ് പറയുന്നത്. മമ്മൂക്കയ്ക്ക് എന്നെ അറിയുന്ന കാര്യമില്ല. അപ്പോൾ പറഞ്ഞു കൂട്ടത്തിലാണോ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അപ്പോൾ മനസ്സിലായി ഇങ്ങനെ കാണലുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ്. നമ്മൾ വിചാരിച്ചു നമ്മൾ ഒഴിവാക്കുകയാണല്ലോ, കാരണം പുള്ളി തിരക്കാണല്ലോ, സത്യമാണല്ലോ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. പറഞ്ഞു ഞാനിങ്ങനെ വേഷത്തിൽ, അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ പരിക്കൊക്കെ ഉള്ളൊരു വേഷത്തിലാണ്, പിന്നെ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ പിന്നെ വിട്ടു, പിന്നെ നടക്കില്ല. പിന്നെ വൈകുന്നേരം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലുണ്ട്, വീട്ടിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവസാനിച്ചു, മുഖ്യമായിട്ടുള്ള മീറ്റിംഗ് അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ് പിന്നെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ ഫോട്ടോ എടുപ്പിൻ്റെ ഒരു കടം വീട്ടിൽ അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചു. പിന്നെ നമുക്ക് വർത്താനം പറയുന്നത് കുറേ നേരം വളരെ കുറേ നേരം ഇങ്ങനെ വീട്ടിൽ നിന്ന് നീണ്ടുമ്പോൾ നമുക്കിങ്ങനെ ചർച്ചകൾ കാണാറുണ്ടെന്ന് സന്തോഷം. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അതിനുശേഷം നമുക്ക് നമ്പർ തന്നു, ഞാൻ നമ്പർ വാങ്ങി സേവ് ചെയ്തു, മമ്മൂക്കി നമ്പർ സേവ് ചെയ്തു. പിന്നെ ഇപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ ഒന്നുമില്ല, സിനിമയുടെ ഇങ്ങനെ മമ്മൂക്കി കാണിക്കുന്നൊരു രംഗം ഉണ്ടാവും. അപ്പം അതിങ്ങനെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് മമ്മൂക്കിക്ക് അയച്ചു കൊടുക്കും. മമ്മൂക്കൊരു സ്മൈലി ആയിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്ക് ഇങ്ങനെ വിഷ് ചെയ്യും, മമ്മൂക്ക തിരിച്ച് വിഷ് ചെയ്യും. പിന്നെ ഏതെങ്കിലുമൊക്കെ സിനിമയെ പറ്റി ഒരു ഒറ്റവാചകത്തിലൊരു കമൻറ്റ് ചെയ്യും. മമ്മൂക്ക അതിനോട് ചേർന്നൊരു മറുപടി പറയും. അതെനിക്ക് മാത്രമൊന്നുമല്ല, അത് മമ്മൂക്കയുടെ കയ്യിൽ നമ്പറുള്ള എല്ലാ ആളുകൾക്കും, അതൊരു വലിപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാതെ, ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ എല്ലാവരെയും മമ്മൂക്ക ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞങ്ങളന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു വളരെ പുതിയൊരു നടനെ മമ്മൂക്ക വിളിക്കുന്നുണ്ട്. മമ്മൂക്ക വിളിച്ചിട്ട് മമ്മൂക്ക പറയുന്നുണ്ട്, എടാ നിന്റെ ഇതേലത്തെ സിനിമ ഇപ്പോൾ രണ്ടാമത്തെ തവണ, ഇനി ഇതേലെ സിനിമ ചെയ്യുന്നു, സിനിമയില്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നിങ്ങനെ. കാരണം അയാൾ വേറൊരു ആ മേഖലയിൽ എത്താൻ പറ്റുന്ന പരമാവധി ഔന്നത്യത്തിലാണല്ലോ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഇരിക്കുന്നത്. ലാലും മമ്മൂക്കയും ഒക്കെ എങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതാണ് ഒരു എക്സ്പീരിയൻസ്, അത് ഒരുപാട് പേർക്കുള്ള എക്സ്പീരിയൻസ് ആണ്. അതെ. ഈ സിനിമ സ്വപ്നമായിട്ട് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഹൈറ്റിലോ രാഹുൽ എത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ ഹൈറ്റ് ഇപ്പോൾ പലപ്പോഴും ട്രോളാറുണ്ട്. പല ട്രോളുകളെ കുറിച്ചും ഞാൻ സംസാരിക്കാതെ വിട്ടത്, ട്രോളുകൾ ഓൾറെഡി തന്നെ കിടപ്പുണ്ട്, ഇനിയിപ്പം നമ്മളായിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ട്രോളിനപ്പുറത്തേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ പല നേതാക്കളെയും നമ്മൾ ചിലപ്പോൾ മാതൃകളാക്കും. ഈ രാഹുൽ ഗാന്ധിക്കും നിരന്തരമായ ട്രോളും അറ്റാക്കും ഒക്കെ കിട്ടുന്ന ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും ട്രോളും അറ്റാക്കും ഒക്കെ കിട്ടുന്നൊരു ഇതാണ്. പക്ഷെ ചില സിമിലാരിറ്റീസ് നോക്കുമ്പോൾ ചില ലീഡേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ നെഹ്റുവിയൻ കാഴ്ചപ്പാടിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മളുമൊക്കെ ചെറുപ്പത്തിൽ ഒരു സോഷ്യലിസ്റ്റിക് വ്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ആ മനുഷ്യനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനും ഡിസ്കവറി ഓഫ് ഇന്ത്യയൊക്കെ നമ്മൾ പോയിട്ട് വായിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലമുണ്ടല്ലോ. ഇതേപോലൊരു അന്വേഷണവും പഠിത്തവും ഒക്കെ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് രാഹുലിൻ്റെ മനസ്സിലുണ്ടാവും. അത് കുറച്ചുകൂടെ ഒരു വിഷനോടുകൂടി. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അതേപോലെ സംസാരിക്കണമെന്നും, ശശി തരൂർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ എല്ലാവർക്കും ഒരു മോഹമായിരിക്കും. അപ്പം അങ്ങനെ നോക്കുന്ന ലീഡേഴ്സോ ഇല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോ എന്താണ് അടുത്ത സ്വപ്നം ആ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ? ഒന്ന് പൊളിറ്റിക്സിനകത്ത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയിട്ട് വന്നൊരാളല്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ കോൺഗ്രസ്സുകാരനാണ്. അപ്പം അച്ഛനോടുള്ള ഇഷ്ടമാണ് നമ്മൾ കോൺഗ്രസ് ആയത്. പിന്നെ വായിക്കുന്നു,
പിന്നെ KSU ആകുമ്പോൾ നമ്മൾ കോളേജിലൊരു 2-3 വർഷം KSU ആയി നടന്നു, KSU യൂണിയൻ ഭാരവാഹിയൊക്കെ ആകുന്നു, അവിടെ അവസാനിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഭാരവാഹിത്വം കിട്ടുന്നു. അപ്പോൾ ഭാരവാഹിത്വം കിട്ടുമ്പോഴേ ഇത് കഴിഞ്ഞ് നമ്മൾ അപ്പം അന്നേരമൊക്കെ അധ്യാപകനാവുക, ഹിസ്റ്റോറിയൻ ആവുക എന്നൊക്കെയുള്ള താല്പര്യമായിട്ടിരിക്കണം. അപ്പം ഒരു ഘട്ടത്തിൽ നമ്മളിത് നിർത്തേണ്ടി വരും എന്നുള്ളൊരു രീതിയിലാണല്ലോ പോകുന്നത്. പിന്നെ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഒരു ബൈ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവസരം വരെ പ്രസ്ഥാനം നമുക്ക് തരുന്നു. ജനങ്ങൾ, പാലക്കാട്ടെ പ്രിയപ്പെട്ടവര്, പാലക്കാട്ടെ ആളുകളോട് എത്ര നന്ദി പറഞ്ഞാലും, ഒരു മനുഷ്യായുസ് കൊണ്ട് പ്രവർത്തിച്ചാലും മതിയാകാത്തത്ര നന്ദി എനിക്ക് അവരോടുണ്ട്. കാരണം ഞാൻ ചെല്ലുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയേറെ വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥി, ഒരു മുന്നണി ആക്രമിക്കപ്പെട്ടിട്ടുള്ള, വ്യക്തിപരമാണ് മുന്നണിയും സ്ഥാനാർത്ഥിയും നേരിട്ട് ആക്രമിക്കപ്പെടുന്നൊരു സമയത്ത് ഒരു മൊമെന്റിൽ പോലും ആ മുന്നണിയോ ആ സ്ഥാനാർത്ഥിയോ സംശയിക്കാം. അവൻ തുടക്കക്കാരനാണല്ലോ, അതിൻ്റെ ഒരു പരിഗണനയും ഈ ആക്രമിച്ച ഒരാൾ എനിക്ക് തന്നിട്ടില്ല, വേണ്ട, സാരമില്ല. അപ്പം അതൊന്നും പരിഗണിക്കാതെ പാലക്കാട് ആളുകൾ, അവിടുത്തെ ആളുകൾ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹമുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഭയങ്കരമായി ആസ്വദിക്കുക. അവർ തരുന്നൊരു സ്നേഹം പറഞ്ഞാൽ അവസാനിക്കണം. അപ്പം അതുകൊണ്ട് അതുവരെയൊക്കെ എത്തിയതിന് വലിയ കാര്യമായിട്ടാണ് ഞാൻ ഏറ്റവും അധികം വായിക്കുക ആത്മകഥകളും ചരിത്ര പുസ്തകങ്ങളും ഏറ്റവും കൂടുതൽ വായിക്കുക. അല്ലാതുള്ള വായന ഈ പറയുന്ന പോലെയാണ്, സെലക്റ്റീവാണ്. ആത്മകഥകൾ ഒരുവിധം എല്ലാ ആത്മകഥകളും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് വായിക്കാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഈ ആത്മകഥകൾ ഒരു വലിയ പാടാണ്. അപ്പോൾ അവരൊക്കെ കടന്നുപോയിട്ടുള്ള ജീവിതം നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവമാണ്. ശ്രീമതി ഗൗരിയമ്മ ഭയങ്കര ക്ലാസിക് ആത്മകഥയാണ് വേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആത്മകഥകളിലൊന്ന് ഒരു ജന്മം, MB രാഘവൻ്റെ ആത്മകഥ ഭയങ്കര മനോഹരമാണ്. അതിമനോഹരമായ ആത്മകഥകളിലൊന്നാണ് MB രാഘവൻ്റെ ആത്മകഥ. അപ്പോൾ അവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് അനുകരിക്കലോ പകർത്തലോ നമ്മളവിടെ കഴിയുന്ന കാര്യമല്ല. നമ്മളെങ്കിലും അതിനൊരു ചെറിയൊരു ഭാഷയിലും എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഏറ്റവും അധികം മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടി സാറിന്, ഏറ്റവും അധികം മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ജനപ്രതിനിധി എന്നല്ല, ഒരാളും പൂർണ്ണനൊന്നും അല്ലെങ്കിലും പൂർണ്ണതയിൽ ഏകദേശമെങ്കിലും അടുത്തെത്തിയ ഒരാൾ ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ നമുക്ക് പല പെർസ്പെക്റ്റീവിൽ സംസാരിക്കാൻ പറ്റും. അപ്പം കുറേയേറെ മനുഷ്യന്മാർക്ക് ഉമ്മൻചാണ്ടി സാറ് കാരുണ്യവും കരുതലും ഒക്കെയാണ്, കുറേയേറെ മനുഷ്യന്മാർക്ക്. ഇപ്പം ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര, വിലാപയാത്ര തിരുവനന്തപുരത്ത് ആ വാഹനത്തിനകത്ത് കയറുക എന്ന് പറയുന്ന ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടാണ്. ഒരു ചരിത്ര നിമിഷമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഒരു വലിയ ഒരു അധ്യയന യാത്രയായിരുന്നു. ആ യാത്രയിൽ തിരുവനന്തപുരത്തു നിന്ന് കോട്ടയം വരെ എത്താൻ ഏതാണ്ട് 1.5 ദിവസം എടുക്കേണ്ടി വരിക. തിരുവനന്തപുരത്ത് തൊട്ട് കോട്ടയം വരെ എത്താൻ എത്ര സമയമാണെന്ന് അറിയാമല്ലോ. ആ 1.5 ദിവസം കൊണ്ട് എത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയത്. അപ്പം ഈ വാഹനം എങ്ങും നിർത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കോട്ടയത്താണ് നിർത്തുന്നത്. ഈ വന്നു നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, വണ്ടി നിർത്തി കാണലോ അന്ത്യോപചാരം അർപ്പിക്കലോ ഒന്നും ഇല്ലാന്നറിയാം. രാത്രി 2 മണിക്ക് ഒക്കെ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ മഴയുണ്ട്. മഴയത്ത് ഇവർക്കൊന്നുമേ കാണാൻ കഴിയില്ല. ഈ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. അകത്ത് നമുക്ക് സങ്കല്പിക്കാം ഉമ്മൻചാണ്ടി സാറിൻ്റെ, കാരണം മഴയാണല്ലോ, ഉമ്മൻചാണ്ടി സാറിൻ്റെ വിലാപയാത്രയാണ് പോകുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിയുമ്പോഴും കുട്ടികൾ, പ്രായമായ മനുഷ്യന്മാർ, ചെറുപ്പക്കാർ, എല്ലാ കാറ്റഗറിയിലെയും ആളുകൾ, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് വരെ ആളുകൾ വന്ന് വഴിയിൽ നിൽക്കുകയാണ്. അത് ഒരു വലിയ പാഠമാണ്. അത് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പലരുടെ ജീവിതത്തിൽ ഒരു ഒപ്പിലൂടെയെങ്കിലും സ്പർശിച്ചതിൽ ഉദാഹരണമായിട്ടാണ് ആളുകളോട്. അദ്ദേഹത്തിന് ഒരുപാട് തീരുമാനങ്ങളുണ്ടല്ലോ, അതിന് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ. അപ്പം അന്ന് വന്നിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ. ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് സർക്കാർ പണം ശ്രുതി തരംഗം പദ്ധതി ഉണ്ടാകുന്നതിൻ്റെ കാരണം കണ്ണൂരിലൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു അമ്മ, ആ അമ്മ വിധവയായ അമ്മയുടെ ഏക മകൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് ഒരു പരിഹാരമായി പുതുപ്പള്ളി MLA മാത്രമായ ശ്രീ ഉമ്മൻചാണ്ടി, അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചൊരു ഫോൺ കോളാണ് പിന്നീട് ഭരണാധികാരിയാകുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ആയിട്ടൊരു സർക്കാർ രൂപാന്തരപ്പെടുന്നത്. ഇതടക്കമുള്ള അനുഭവങ്ങളുടെ ഭാഗമായ മനുഷ്യന്മാരാണ് ഈ വന്നിരിക്കുന്നത്. എക്സ്പീരിയൻസ്. രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത്, പലപ്പോഴും ആളുകൾ അയാളെ വിമർശിക്കുന്ന അയാൾ ഇൻകൺസിസ്റ്റന്റ് ആണ്. അയാൾ കൺസിസ്റ്റന്റ് ആണ്. ഇപ്പൊ നമ്മൾ രാഹുൽ ഗാന്ധിയെ പിന്നെയും പറയുന്നുണ്ടല്ലോ, രാഹുൽ ഗാന്ധി ശരിയാണ്, രാഹുൽ ഗാന്ധി മാറി എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ രാഹുൽ ഗാന്ധി അല്ല മാറിയത്. നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുന്നത് പെർസ്പെക്റ്റീവിൽ, ഔട്ട്ലുക്കിൽ നമുക്ക് മാറ്റം വന്നാണ്. അയാൾ ഡേ 1 തൊട്ട് പറയുന്ന ഒരേ കാര്യമാണ്. ചിലപ്പോൾ അതിനോട് നമുക്ക് എല്ലാത്തിനും യോജിപ്പുണ്ടായിരിക്കില്ല. ഇപ്പം എന്താ പറയുക, ഇപ്പം അംബാനിയുടെ
മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാതെ അയാൾ അവിടെ ദാബയിൽ പോയിരിക്കുന്നു. ഭയങ്കരമായ വിമർശനമുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അയാൾക്ക് അയാളുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്. അയാൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ഭാഗമാകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അത് അയാൾക്ക് നിലപാടെടുത്തൂടെ? ഇപ്പൊ ബാക്കിയുള്ളവരെന്താ ചെയ്യുക? ബാക്കിയുള്ളവർ ചെയ്യുക, അംബാനി എതിർക്കുന്നു, എന്നിട്ട് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. രാഷ്ട്രീയമായാലും അങ്ങനെയൊക്കെ ആകാമെന്നുള്ളൊരു നിർവചനവും നമ്മൾ രാഷ്ട്രീയക്കാരായാലും ഇങ്ങനെ ആകണം എന്നൊരു കൺവെൻഷൻ കൂടെ പറയും. ആരെ കൺവെൻഷൻസ് വെക്കുന്നുള്ള പ്രശ്നം അയാൾക്ക് അതിനോട് താല്പര്യമില്ല. ഇപ്പൊ അംബാനി അദാനി മിണ്ടാതിരുന്നാൽ കോടികൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടിലെത്തും. മിണ്ടാതിരുന്നാൽ മതി. അംബാനിക്കും എതിരായി അദാനിക്കും എതിരായിട്ട് ഒരു വാക്ക് മിണ്ടാതിരുന്നാൽ കോടാനുകോടി എത്തുമ്പം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഫേസായ നേതാവ് കൺസിസ്റ്റന്റ് ആയി അയാൾ തിരിച്ചറിയുകയാണ് ക്രോണി ക്യാപിറ്റലിസമാണ് റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഏറ്റവും ബേസ്, ഫണ്ടമെന്റൽ, ഫാഷിസത്തിന്റെ ഫണ്ടമെന്റൽ അതാണെന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അതിൽ കൺസിസ്റ്റന്റ് ആണ് അയാൾ എടുത്ത എല്ലാ നിലപാടുകളും. അപ്പൊ അയാൾക്ക് അയാളുടെ സെക്യുലറിസം അൺക്വസ്റ്റ്യനബിൾ, ചോദ്യം ചെയ്യാൻ പറ്റാത്ത മതേതര നിലപാട്. അത് നെഹ്റുവിന്റെ ഡിക്റ്റോയാണ്. നെഹ്റു ഒരു തീരുമാനം എടുക്കുമ്പോഴും അയാൾക്ക്, നെഹ്റുവിനെ നമ്മൾ വായിക്കുമ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ഒരു തീരുമാനത്തിലും അദ്ദേഹത്തിന്റെ മതേതര സെക്കുലർ ക്രെഡൻഷ്യൽ അദ്ദേഹത്തിന് തന്നെ സംശയമില്ല. സെക്കുലർ ക്രെഡൻഷ്യൽ സ്വന്തമായി സംശയമില്ലാത്ത മനുഷ്യന്മാർക്ക് അയ്യോ ഞാനിത് ചെയ്താൽ ഞാനൊരു മതേതരവാദി എന്നുള്ളതിൻ്റെ ഒരു ഇമേജ് പോകുമോ എന്ന ചിന്തയില്ലാത്ത മനുഷ്യന്മാർക്ക് കിട്ടുന്ന അവരവരുടെ കലർപ്പില്ലാത്ത മതേതരത്വത്തോട് കിട്ടുന്നൊരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് രാഹുൽ ഗാന്ധിയിൽ കാണാൻ പറ്റും. പിന്നെ പുതിയ കാലഘട്ടത്തിലെ എല്ലാ നേതാക്കന്മാരും അവരവരുടേതായ പ്രത്യേകതകളുണ്ട് ഓരോരുത്തരും. അതെല്ലാം നമ്മൾ സീനിയേഴ്സിന്റെ എല്ലാം പകർത്താൻ ശ്രമിക്കാറുണ്ട്, പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. രാഹുലിനെ നമുക്ക് വിടേണ്ടതുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ എനിക്കും ഒരു ആഗ്രഹമുണ്ട്, ഈ മനുഷ്യനെ ഒന്ന് ഹഗ് ചെയ്യണം. ഒന്ന് ഹഗ് ചെയ്തോട്ടെ. അടിപൊളി. രാഹുലിന്റെ കൂടെ നിൽക്കുമ്പോ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ പോകുന്ന വഴിക്കൊക്കെ ഞാനും വന്നതാണ്. കവിതയിൽ പോകുമ്പോൾ കവിതയിൽ വന്നതാണ്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഞാനും കൂടെ കുറച്ച് ഗൗരവത്തിലായി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.